ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഗ്ലാം ആൻഡ് ഗ്രാബ് വിത്ത് വർഷ. അപ്പോൾ നിങ്ങൾ ഇന്ന് ഷോർട്സിൽ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ദാറ്റ് ഐ എം റീസ്റ്റാർട്ടിങ് മൈ വീഡിയോസ്. ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറേ നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ എൻ്റെ വീഡിയോസ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ജസ്റ്റ് അങ്ങനെ വലിയ കണ്ടന്റ് കൊണ്ടൊന്നുമല്ല റീസ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് തോന്നി എനിക്ക് വീഡിയോ ഇടണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാനത് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ രാവിലെ എന്ത് വീഡിയോ ആണ്? സോ ബേസിക്കലി ഇന്ന് ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ ആകുമ്പോൾ ഓഫീസിൽ പോകണം. സോ അത്രേ ഉള്ളൂ. ഓഫീസിൽ പോകുന്നൊരു ഡേ ആണ് ഇന്ന്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ രാവിലത്തെ കുറച്ച് മോർണിംഗ് റൊട്ടീൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. മോർണിംഗ് റൊട്ടീൻസ് ഓൾറെഡി എൻ്റെ ഓൾമോസ്റ്റ് ലഞ്ച് ബാഗ് പാക്ക് ചെയ്യുന്നത്, എണീറ്റ് ബ്രഷൊക്കെ ചെയ്യുന്നത് അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ ആകെ ഉള്ളത് ജസ്റ്റ് ഫ്രഷപ്പായി ഡ്രസ്സപ്പ് ചെയ്ത് റെഡിയായി ഫുഡ് കഴിച്ച് ഓഫീസിൽ പോകുന്ന അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ കരുതി. കാരണം കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എനിക്കിന്ന് ഭയങ്കര ഇന്ന് വീഡിയോ ഇടണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു 100 സബ്സ്ക്രൈബേഴ്സ് പ്ലസ് ആയി. ഐ എം വെരി 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 ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ. 100 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. മേ ബി ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് കുറേ പതുക്കെ മുന്നോട്ട് പോകാൻ പറ്റും. സോ ആദ്യം ഞാൻ കുറേ ഡീമോട്ടിവേറ്റഡ് ആയിരുന്നു. സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല, വ്യൂസ് കൂടുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് ഡീമോട്ടിവേറ്റ് ആയി. പിന്നെ കുറേ കാരണം കൊണ്ടാണ് എനിക്ക് കുറേ നാൾ എനിക്ക് വീഡിയോ ഇടാൻ തോന്നാഞ്ഞതും വീഡിയോ ഇടാൻ പറ്റാഞ്ഞതും. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാൻ വീഡിയോ ഇടുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ലേ. അത് സബ്സ്ക്രൈബേഴ്സ് കൂടി അവർ കാണുന്നത് ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചു. പിന്നെ അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു മോർണിംഗ് റൊട്ടീൻ ചെയ്യാം. മോർണിംഗ് റൊട്ടീൻ അല്ല, ജസ്റ്റ് ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ എനിക്ക് കുറച്ച് ടൈമുണ്ട്. ഞാൻ 10 o'clock ഓഫീസിൽ പോകുന്നത്. സോ ഇപ്പോൾ അറൗണ്ട് 8:50 9 o'clock ആവുന്നതേ ഉള്ളൂ. സോ ഞാനിപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഹെയർ ഫോൾ ആയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എന്നും എണ്ണ തേച്ച് കുളിക്കും. സോ ഞാൻ വിചാരിച്ചു എന്നാൽ രാവിലെ കുറച്ച് എണ്ണയൊക്കെ തേച്ച് തലയിൽ വെച്ചിട്ട് കുറച്ച് നേരം പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തലയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് വരാം. അങ്ങനെ തലയിലൊക്കെ കുറച്ച് എണ്ണയൊക്കെ തേച്ചു. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇരിക്കും. ഒരു 15-20 minutes ഞാൻ ഇരിക്കും. കാരണം സമയമുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ നോക്കി അല്ലെങ്കിൽ കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഓഫീസ് സ്പേസ് കാണിച്ചു തരാവേ. എൻ്റെ ഓഫീസ് സ്പേസ് ഞാൻ ഇരിക്കുന്ന ക്യാബിനൊക്കെ കാണിച്ചു തരാം. ഓഫീസ് കാണിക്കാൻ പറ്റില്ല ബിക്കോസ് ദാറ്റ്സ് പേഴ്സണൽ. അതിൽ പ്രൈവസീസ് ഒക്കെ ഉണ്ട്. എൻ്റെ ക്യാബ് ഞാൻ ഇരിക്കുന്ന സ്പേസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, പിന്നെന്താ, അപ്പോൾ ഞാൻ കുറച്ചു നേരം ഇരുന്നിട്ട് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് കാണാം. അങ്ങനെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു ഡ്രസ്സൊക്കെ ചെയ്തു. അപ്പോൾ ഇനി നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അതിന് മുമ്പ് ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓഫീസിലേക്ക് ഇന്ന് ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വരാം. ഇനി നമുക്ക് റെഡി ആവാം. സോ കുറച്ച് സ്കിൻ കെയറും ഒക്കെ ചെയ്യാം. സോ ഫസ്റ്റ് വൺ ടോണറാണ്. ഞാനിപ്പോൾ ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു ജെൽ റോളർ എടുത്തിട്ട് ഞാൻ എപ്പോഴും അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഒരു ചെറിയൊരു മസാജ് ചെയ്ത് കൊടുക്കും. ഇത് വെച്ച് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കെന്തോ എൻ്റെ സ്കിന്ന് കുറച്ച് ബെറ്ററായ പോലെ എനിക്ക് തോന്നി. സോ അതുകൊണ്ടാണ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളുടെ ഫേസിന് ഒരു ഷേപ്പൊക്കെ വരുമെന്നാണ് പറയണേ, എനിക്കറിയില്ല. സോ ഈ ചെറിയ ഭാഗം കൊണ്ട് നമുക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കാം. ഞാനൊരു സീറോ ആണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സീറോ ഇടാം. സോ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചായിരിക്കും ഇതല്ല. നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചായിരിക്കണം അത് യൂസ് ചെയ്യേണ്ടത്. സീറം ഇട്ടതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. സോ കുറച്ച് നല്ലപോലെ ഒന്ന് സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ 2-3 days ആയിട്ട് ഭയങ്കരമായിട്ട് ചൂടായി തുടങ്ങി. അപ്പോൾ നമ്മുടെ സ്കിന്നിന് നമ്മൾ നിറച്ചും വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കണം. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നല്ല തണുപ്പുള്ള സാധനങ്ങൾ കുടിക്കുക.
ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മോയ്സ്ചറൈസർ ഇട്ടു. അടുത്ത് ഞാൻ സൺസ്ക്രീനാണ് ഇടുന്നത്. ടു ഫിംഗർ റൂളിലാണ് ഞാൻ സൺസ്ക്രീൻ ഇടുക. അങ്ങനെ 2 ഫിംഗർ റൂളിലാണ് ഞാൻ സൺസ്ക്രീൻ ഇടുക. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കോമ്പാക്ട് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, നമ്മുടെ ഫേസസ് കാനഡയുടെ. എൻ്റെ സ്കിൻ ടോൺ അനുസരിച്ചാണ് ഞാൻ ഇതൊക്കെ ചൂസ് ചെയ്തേക്കുന്നത്. എൻ്റെ സ്കിന്നിന് ഏതൊക്കെയാണ് സൂട്ടബിൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പൊട്ട് വെച്ച് കൊടുക്കുകയാണ്. കണ്ണെഴുതി കൊടുക്കാം. അങ്ങനെ കണ്ണെഴുതി കൊടുത്ത് ഞാൻ ലിപ്സ്റ്റിക്ക് എഴുതി കൊടുക്കാം. അങ്ങനെ ലിപ്സ്റ്റിക്കും എഴുതി കൊടുത്ത് ഇനി മുടിയൊക്കെ കെട്ടിയിട്ട് ജസ്റ്റ് റെഡി ആയിട്ട് വരാം ഞാൻ. അങ്ങനെ മുടിയൊക്കെ കെട്ടി വാച്ചൊക്കെ ഇട്ടു റെഡിയായി. അപ്പോൾ ഞാൻ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. പാൻറ്റ്. അപ്പോൾ ശരി, സമയമായി. അപ്പോൾ ഞാൻ ഓഫീസിൽ പോവാം. മുടി ഞാൻ ഇങ്ങനെ ജസ്റ്റ് കെട്ടിയതേ ഉള്ളൂ. ഞാൻ പിന്നെ ബണ്ണിടും. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ബണ്ണിടും. അപ്പോൾ ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. പറ്റുവാണെങ്കിൽ ഞാൻ ഓഫീസും കാണിച്ചു തരാം. ഓഫീസല്ല, എൻ്റെ വർക്ക് സ്പേസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ വർക്ക് സ്പേസ്.